ഡൽഹിയിൽ നവവധു കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ഡൽഹിയിലെ ലോധി കോളനിയിലാണ് 28-കാരിയായ ആകൃതി സുതാറിനെ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് തൊട്ടു മുൻപ് ഓഫീസിൽ പാർട്ടി നടത്തുകയും അമ്മയോട് സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞ കുടുംബം അവൾ ആത്മഹത്യ ചെയ്തുവെന്ന വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ആകൃതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ എന്നും ഇത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ സ്ത്രീധന പീഡന കുറ്റം ചുമത്തി ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ആകൃതിയുടെ ഭർത്താവായ അരാസ്തു സിക്കയും കുടുംബവും അവളെ സ്ത്രീധനത്തിനായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പുഷ് വിഹാർ സ്വദേശിയായ ആകൃതി സുധാറിനെ ശനിയാഴ്ച വൈകുന്നേരം ലോധി കോളനിയിലെ പാലിക കുഞ്ചിലുള്ള NDMC ഫ്ളാറ്റിന്റെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. ആകൃതി എന്തിനാണ് അവിടെ പോയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രാത്രി 9 മണിയോടെ നാട്ടുകാരാണ് യുവതിയെ നിലത്ത് വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ശരീരത്തിൽ ചതവുകളും മാരകമായ പരുക്കുകളും ഉണ്ടായിരുന്നെങ്കിലും സംഭവ സ്ഥലത്ത് രക്തക്കറകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ എയിംസ് ട്രോമ സെന്ററിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. വിവാഹാവധി കഴിഞ്ഞ് ജൂലൈ 1-നാണ് ആകൃതി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച അവധിയായിരുന്നിട്ടും അവൾ ഓഫീസിൽ പോവുകയും സഹപ്രവർത്തകർക്കായി ചെറിയൊരു പാർട്ടി നൽകുകയും ചെയ്തിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ആകൃതി അവരുടെ അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും കുടുംബം പറയുന്നു. വീട്ടിലേക്ക് പോവുകയാണെന്നും അറിയിച്ചിരുന്നു. എന്നാൽ രാത്രി 8 മണിയോടെ ഭർത്താവ് അരാസ്തു സിക്ക കുടുംബത്തെ വിളിച്ച് ആകൃതിയെ കാണാനില്ലെന്ന് അറിയിച്ചു. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം പാലിക കുഞ്ചിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. സ്ത്രീധനമായി 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും ആകൃതിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ആകൃതിയുടെ സഹോദരൻ അമയ് സുധാർ ആരോപിച്ചു. ഈ ആവശ്യത്തിന്റെ പേരിൽ അവൾ നിരന്തരം പീഡനങ്ങൾക്കും ഭീഷണികൾക്കും ഇരയായിരുന്നുവെന്നും മരണത്തിന് 2 ദിവസം മുൻപ് ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായതായും സഹോദരൻ വെളിപ്പെടുത്തി. ആകൃതി മാനസികമായി കരുത്തുള്ളവളാണെന്നും അവൾ ഒരിക്കലും സ്വയം ജീവനൊടുക്കില്ലെന്നും അമയ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.